ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ടെല്ലാം ചോദിച്ചിരുന്നു. അതായത് അവർ ചോദിക്കുന്നത് അവരുടെ യൂട്യൂബിലുള്ള അതേ വീഡിയോസ് തന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്സ് വീഡിയോ എല്ലാം ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മ്യൂസിക് എല്ലാമാണ് നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഓൺ വോയിസ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്നൊന്നും എടുക്കാത്ത മ്യൂസിക് എല്ലാം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോളിസി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് യൂട്യൂബിലെ എന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ചില കണ്ടന്റ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കണ്ടന്റ് ഒന്നും നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഒരുപാട് പേർ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ബയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് എല്ലാം കൊടുക്കാം. ഇത്തരത്തിൽ കൊടുക്കുക വഴി നിങ്ങൾക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാനും സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ വീഡിയോ അല്ല അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ ട്രെയിലർ മോഡലിലെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അതുവഴി നിങ്ങളുടെ കണ്ടന്റ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി എല്ലാമാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ പ്രൊമോഷന് നല്ല ഒരു മെത്തേഡ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം എന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങൾ ടിക്ടോക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇത് നിങ്ങളുടെ യൂട്യൂബിൽ ഇതിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ യൂട്യൂബ് വളരെയധികം സ്ട്രിക്റ്റ് ആയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നിങ്ങൾ ഒറിജിനലായി റെക്കോർഡ് ചെയ്തിരിക്കുന്ന സോഴ്സ് ഫയലെല്ലാം യൂസ് ചെയ്ത് ഇതിൽ നിന്നും നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലേക്കെല്ലാം തന്നെ നിങ്ങളുടെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.